നിറങ്ങളെ ഒരുങ്ങിയോ പുലരി പോൽ നിറങ്ങളെ ഒരുങ്ങിയോ പുലരി പോൽ ബ്രില്യൻറ്റ് പാല ക്യാമ്പസിന് മുന്നിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവരെല്ലാവരും ഇവിടെ അതിമനോഹരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരുടെ ലൈവ് സ്കെച്ചിങ് എക്സസൈസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ എന്താ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സീനിൻ്റെ പെർസ്പെക്റ്റീവ് സ്കെച്ചാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യൂസ് പോയിന്റ്സുകളാണ് നമ്മൾ അതിൻ്റെ സ്കെയിലെല്ലാം പ്രൊപ്പോർഷൻസ് നോക്കി നമ്മളത് വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ബ്രില്യൻറ്റ് വന്നിട്ട്? ബ്രില്യൻറ്റ് വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പിന്നെ എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആണ്. നമുക്ക് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് നോളജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വളരെ പറ്റും. ഹലോ മോളെ, എങ്ങനെയുണ്ട്? വരച്ചു കഴിഞ്ഞോ? ഇല്ല, വരച്ചു കഴിഞ്ഞിട്ടില്ല. പേരെന്താണ്? നയനാണ്. നയന. വീട് എവിടെയാ? ഞാൻ ഡൽഹിയിൽ നിന്നാണ് ആക്ച്വലി. ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ? അതെ, അതുകൊണ്ട് ചേച്ചി ഇവിടെ ബ്രില്യൻറ്റ് നീറ്റ് പഠിച്ച് പാസ്സായതാണ്. ഓക്കെ, ചേച്ചി ഇപ്പൊ എവിടെയാണ്? ഇപ്പോൾ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ്. അപ്പൊ ഇപ്പൊ ഹോസ്റ്റലാണ് അല്ലേ? ഏത് ഹോസ്റ്റലാ? വെള്ളാപ്പള്ളി. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബ്രില്യൻറ്റിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ആക്ച്വലി നന്നായിട്ട് നമുക്ക് അറിയില്ലാത്ത കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യണം, എന്തൊക്കെ വീക്ക്നെസ്സസ് ഉണ്ട്, അങ്ങനെയൊക്കെ അറിഞ്ഞ് അത് ശരിയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. എല്ലാ ടീച്ചേഴ്സും നല്ല ഹെൽപ്ഫുള്ളാണ്, ഫ്രണ്ട്ലിയാണ്. എങ്ങനെയുണ്ട്? വരച്ചൊക്കെ കഴിഞ്ഞോ? ഇല്ല, വരച്ചുകൊണ്ട്. പേരെന്താണ്? നസ്ല. എവിടെയാ വീട്? ഞാൻ കണ്ണൂർ. കണ്ണൂരാണ്. അപ്പം എങ്ങനെയുണ്ട് ബ്രില്യൻറ്റിൽ വന്നിട്ട്? അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ്. കസിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു കേട്ട് വന്നതാ. ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫീൽഡ് ആർക്കിടെക്ചർ ആയിരുന്നു. ഇവിടെ ആദ്യം ഇല്ലായിരുന്നു. ടൈം ആയപ്പോൾ കറക്റ്റ് ടൈം നമ്മൾ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും ഇവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ നല്ലോണം പഠിക്കണം. നല്ല ഹെൽപ്ഫുള്ളാണ് ക്ലാസ്സസൊക്കെ. നല്ല അറിവൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഹോം സിക്നെസ് ഒക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോൾ? അതുണ്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ തിരിച്ചൊരു വീട്ടിലോട്ട് വന്ന പോലെ. ഹലോ, പേരെന്താ? ഫാദി മുഹമ്മദ്. വീട് എവിടെയാ? മലപ്പുറത്ത്. മലപ്പുറത്ത് നിന്ന് ഇത്രയും ദൂരം വന്നേക്കാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. ഹോസ്റ്റലർ ആണല്ലോ അല്ലേ? അതെ. എങ്ങനെയാ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി? പേരെന്താണ്? ശ്രീവർദ്ധ്. വീട് എവിടെയാ? പാമ്പാടി, കോട്ടയം തന്നെ. കോട്ടയം തന്നെ. എങ്ങനെ പോകുന്നു നമ്മുടെ ക്ലാസ് ഒക്കെ? ഇഷ്ടമാവുന്നുണ്ടോ? ഈ ലൈവ് എക്സസൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആദ്യമായിട്ടാണോ അതോ? അല്ല, ഞാൻ വരയ്ക്കുമായിരുന്നു, പക്ഷെ ഉപകാരമുണ്ട്. ആദ്യം ഈ ഒരു സെക്ടറിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം? ആദ്യം തൊട്ട് കുഞ്ഞിലെ വരയ്ക്കുന്നോണ്ട് വീട്ടുകാർ തന്നെ പേഴ്സ് ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, പേരെന്താണ്? വീട് എവിടെയാ? മലപ്പുറം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകള് കാര്യങ്ങള്? ഇഷ്ടായി. ഹോസ്റ്റലോ? പേരെന്താണ്? സഞ്ജീത്. വീട് എവിടെയാ? കാസർഗോഡ്. ഓ, അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? നല്ല ക്ലാസ് തന്നെയാണ്. നല്ല ക്ലാസ്സൊക്കെ ഇഷ്ടായോ? ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഏത് ഹോസ്റ്റലാ? ഓക്കെ, പേരെന്താണ്? വീട് എവിടെയാ? വയനാട്. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? ഇഷ്ടാവുന്നുണ്ടോ? ഏത് ഹോസ്റ്റലാ നിൽക്കുന്നത്? ഹലോ മോളെ. ഹായ്. പേരെന്താണ്? ജിയ. അപ്പം ഈ ഒരു ആംഗിളിലാണ് തോന്നുന്നു വരയ്ക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? ക്ലാസ്സുകളൊക്കെ നല്ല രസമുണ്ട്, നല്ലതാ, ഇഷ്ടമാണ്. വീട് എവിടെയാണ്? വീട് മാറ്റുക. ഓക്കെ, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ്? ഹോസ്റ്റലിൽ നിൽക്കുക. മോളെ പേരെന്താണ്? മീര. വീട് എവിടെയാ? വീട് ട്രിവാൻഡ്രം. ഓക്കെ, ഹോസ്റ്റലാണോ? എങ്ങനെയുണ്ട് ലൈവ് സ്കെച്ചിങ്ങും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ? ക്ലാസ് ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ലൈവ് സ്കെച്ചിന് വന്നത്, പക്ഷെ നല്ല ആംബിയൻസ് ഒക്കെയാണ്. പേരെന്താണ്? സീത. വീട് എവിടെയാ? മലപ്പുറം. അപ്പൊ അവിടെ നിന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ലൈവ് സ്കെച്ചിങ്, നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ? നല്ലതാണ്. നമ്മൾ കരുതുന്നേക്കാൾ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. നല്ല
അപ്പോൾ നമ്മുടെ ഈ ലൈവ് സ്കെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രസാദ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, അപ്പോൾ എങ്ങനെയാണ് സാർ ഇവർ ഇതൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ? അപ്പോൾ ഇവർക്ക് ആർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് പറഞ്ഞു. പ്രത്യേകിച്ച് പെർസ്പെക്റ്റീവ് 1 പോയിൻറ്റ് 2 പോയിൻറ്റ് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് തിയറികളും ഒരു ബിൽഡിംഗ് ഒക്കെ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗർ വരയ്ക്കുമ്പോൾ പെർസ്പെക്റ്റീവ് ദൂരെയും അടുത്തുമുള്ള കാര്യങ്ങൾ എങ്ങനെ വരയ്ക്കുന്നു, എല്ലാ ഒബ്ജക്റ്റും വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫറൻസാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് കാണുന്ന ഒരു ഡീപ്പായ സൈഡിലേക്കല്ല, പുറമേ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നത്. അവർക്കത് മതി. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ്ങിലെ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയാണ് നമ്മുടെ മുനീർ സാർ. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് ഈ ഇവരുടെ ഒരു എക്സസൈസ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? അതായത് ഇവർക്ക് ഇവരുടെ യൂസീഡ് അല്ലെങ്കിൽ ബി ആർക്ക്, ബി പ്ലാനിങ്, ഈ എക്സാംസിലെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡ്രോയിങ്. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ സീൻ ഡ്രോയിങ് അല്ലെങ്കിൽ മെമ്മറി ഡ്രോയിങ് എന്നാണ് അതിന് പറയുക. നമ്മൾ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുള്ള ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലിരിക്കുന്ന നിങ്ങൾ കാണുന്ന വ്യൂവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വ്യൂവ്, പല ക്വസ്റ്റ്യൻസ് വരെ. ഇപ്പം നമ്മുടെ ഇപ്പം മഹാകുംഭ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അവിടെ പോയിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യൂ, അങ്ങനെ പറഞ്ഞ പല. ഇതിൻ്റെ എല്ലാം ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒബ്സർവേഷനാണ്. അതായത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ കാണുന്ന കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? കുറേ പേര് അവിടെ ഇരിക്കും, ചിലപ്പോൾ ഒരു മൃഗങ്ങളായിക്കോട്ടെ, പട്ടി അവിടെ ഇരിക്കുന്നതായിരിക്കും, കിടക്കുന്നതായിരിക്കാം, കുറേ വെള്ളമൊക്കെ. ഇപ്പം ഈ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം അതിൻ്റെ വൃത്തിയുള്ളത് കൊണ്ട് വൃത്തികേടുള്ളതുകൊണ്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യണം പിള്ളേർ. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഈ ഒബ്സർവ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അവരുടെ ഒരു മെയിൻ ജോബ്, അല്ലേ? അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിലും അങ്ങനെയായിരിക്കും കൂടുതലായിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഫൈൻഡിങ് ആയിരിക്കും വരുന്നത്. ഒരു കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ തണലേകും പാതിയായി. Brilliant Study Center, India's #1 coaching center for NEET and JEE.